എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരിസ്ഥിതി ദിന ക്വിസുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. ആദ്യത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഉത്തരം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം യൂജിൻ പി ഓഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം എവിടെയാണ്? ഉത്തരം ഹുഗ്ലി നദീതീരത്തുള്ള കൊൽക്കത്ത തുറമുഖം. അടുത്ത ചോദ്യം, UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? UNEP എന്നത് പരിസ്ഥിതി സംരക്ഷണ പരിപാടികളെ സംയോജിപ്പിക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പരിസ്ഥിതി സംഘടനയാണ്. അതാണ് UNEP. അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്തെന്നാൽ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം. 1972 ഇത് രൂപീകൃതമാകുന്നത്. കെനിയയിലെ നെയ്റോബിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. അടുത്ത ചോദ്യം, ലോക ഭൗമ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം ഹ്യൂമൻ ഇക്കോളജി. അടുത്ത ചോദ്യം, നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന വിശ്വവിഖ്യാത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം റേച്ചൽ കഴ്സൺ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, ലോക വന്യജീവി ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 3. അടുത്ത ചോദ്യം, എല്ലാ വനത്തിലുമുള്ള ഏത് ജീവിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ഇല്ലാത്തത്? ഉത്തരം ചീവീട്. അതുകൊണ്ട് തന്നെയാണ് സൈലന്റ് വാലി എന്ന് പേരും വന്നത്. ലോകത്തിലെ ആദ്യ ഊർജ്ജ പ്രസരണ ഉദ്യാനം ഏതാണ്? ഉത്തരം ബാബുജി വനം. അപ്പോൾ നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ നമ്മൾ ഇന്നൊരു ബോണസ് ക്വസ്റ്റ്യനും കൂടി തരുന്നുണ്ട്. ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.